നമസ്കാരം. KTCയുടെ അടുത്ത ചോദ്യമാണ്. 2024 ജനുവരിയിൽ നടന്ന അക്കൗണ്ടസ്റ്റ് ലോവർ KTC, അതിൻ്റെ പകുതി ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഇനി ബാക്കി വരുന്ന പകുതി ചോദ്യങ്ങളാണ് നമ്മൾ പറയും. ചോദ്യത്തിലേക്ക് കടക്കുകയാണ് നേരിട്ട്. ചെസ്റ്റിൽ, അതായത് കറൻസി ചെസ്റ്റാണിത്, ചെസ്റ്റിൽ ഒരു വലിയ തുക ഇടയ്ക്കിടെ സൂക്ഷിക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള പൂട്ടാണ് ഉപയോഗിക്കേണ്ടത്? ആരാണ് പൂട്ടിന്റെ താക്കോൽ സുരക്ഷിത കസ്റ്റഡിയിൽ സൂക്ഷിക്കുക? When a large amount of cash is frequently kept in the chest, which type of lock shall be used and who will keep the key of the lock under safe custody? ഓക്കെ, അത് വ്യത്യസ്ത പാറ്റേണുകളുള്ള ഇരട്ട പൂട്ടും, ഡബിൾ ലോക്ക് വിത്ത് ഡിഫറെന്റ് പാറ്റേൺ, and key of the two locks shall be kept in the custody of two different government servant. രണ്ട് ടൈപ്പ് പൂട്ട്, അതാണ് വ്യത്യസ്ത പാറ്റേൺ എന്ന് പറയുന്നത്. ഒരേ പാറ്റേൺ ആകുമ്പോൾ കീ എല്ലാത്തിനും ഒന്നും മതിയല്ലോ. അപ്പോൾ വ്യത്യസ്ത പാറ്റേൺ ഉള്ള ഇരട്ടപ്പൂട്ടും രണ്ട് ലോക്കുകളുടെ താക്കോലും രണ്ട് വ്യത്യസ്ത ജീവനക്കാർ അവരുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കണം. അങ്ങനെയാണ് ഈ ഒരു വലിയ തുക ഇടയ്ക്കിടെ സൂക്ഷിക്കുമ്പോഴുള്ള ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ ലോക്ക് ആയിരിക്കണം, ഡിഫറെൻ്റ് പാറ്റേൺ ആയിട്ടുള്ള രണ്ട് ലോക്ക്, ആ രണ്ട് ലോക്കിൻ്റെയും കീ രണ്ട് ജീവനക്കാരുടെ കസ്റ്റഡിയിൽ. ഓക്കെ, അടുത്ത ചോദ്യം. PWDയെ സംബന്ധിച്ചിടത്തോളം ഓരോ ഓഫീസിൻ്റെയും ക്യാഷ് ചെസ്റ്റിലെ യഥാർത്ഥ ബാലൻസ് ഡാഷ് ദിവസം കണക്കാക്കണം. As far as PWD is concerned, the actual balance in the cash chest of each office should be counted on. അപ്പോൾ നമ്മൾ ഈ ക്യാഷ് ചെസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു ഓഫീസിൽ, ഇപ്പോൾ PWD ഓഫീസിലെ ക്യാഷ് ചെസ്റ്റാണ് പറയുന്നത്. ഈ ക്യാഷ് ചെസ്റ്റ്, ഒരു ഓഫീസിലെ ക്യാഷ് ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ സങ്കല്പമൊന്നും വേണ്ട, അതൊരു വലിയ സാധനം അങ്ങനെയൊന്നുമല്ല. അത് ഒരു എവിടെയാണോ പണം സൂക്ഷിക്കുന്ന ഒരു പെട്ടിയാണെങ്കിൽ പെട്ടി, അത്രയേ ഉള്ളൂ. ആ പെട്ടി ചെറിയൊരു പെട്ടി ആണെങ്കിൽ പോലും അത് ക്യാഷ് ചെസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ അത് അവിടെ തന്നെ ആയിരിക്കണം, അതാണ്, അവിടെ എവിടെയും വെക്കരുത്. ഒരു ക്യാഷ് ചെസ്റ്റിൽ പണം വെക്കുക എന്ന് പറഞ്ഞാൽ അത് ആ പെട്ടിയാണെങ്കിൽ ആ പെട്ടിയിൽ തന്നെ ആയിരിക്കണം. ഇപ്പൊ PWDയെ സംബന്ധിച്ചിടത്തോളം ഓരോ ഓഫീസിന്റെയും ക്യാഷ് ചെസ്റ്റിലെ യഥാർത്ഥ ബാലൻസ് എന്ന് കണക്കാക്കണമെന്ന്, അതായത് ഓരോ മാസത്തിന്റെയും അവസാനത്തെ പ്രവൃത്തി ദിവസം കണക്കാക്കണം. ക്യാഷ് ചെസ്റ്റിലുള്ള യഥാർത്ഥ ബാലൻസ് അപ്പം നമ്മളിത് ക്യാഷൊക്കെ ഹാൻഡിൽ ചെയ്തെങ്കിലും ഓരോ ഓഫീസിലും ക്യാഷ് ബുക്ക് എഴുതും. ക്യാഷ് ബുക്ക് എഴുതി അതിൻ്റെ കണക്കുകൾ അങ്ങനെ കൃത്യമായിട്ട് പോകും. ഈ പണം നമ്മൾ ഫിനാൻസ് ഒക്കെ കയറിയാൽ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ സർപ്രൈസ് വിസിറ്റ് ചിലപ്പോൾ നടത്താറുണ്ട് ഓഫീസുകളിൽ. അങ്ങനെ ഫിനാൻസ് ഒക്കെ പിന്നെ കയറി കഴിഞ്ഞപ്പോൾ 1500 രൂപ നമ്മൾക്ക് ക്യാഷ് ബാലൻസ് ഉണ്ടെന്ന് വെച്ചോ. ആ 1500 രൂപ എവിടെ, നിങ്ങളുടെ ക്യാഷ് ചെസ്റ്റ് എവിടെയാണെന്ന് ചോദിക്കും. ഈ ക്യാഷ് ചെസ്റ്റിൽ അത് പെട്ടി, എന്താ സാർ ഇപ്പം പെട്ടി കാണിച്ചു കൊടുത്താൽ മതി ആ പെട്ടി. അപ്പോൾ ആ ക്യാഷ് ബാലൻസ് അവിടെ 1500 രൂപ ആ സമയത്ത് ഉണ്ടെങ്കിൽ, ക്യാഷ് പ്രകാരം 1500 രൂപ ഉണ്ടെങ്കിൽ ആ പെട്ടിയിൽ 1500 രൂപ ഉണ്ടായിരിക്കണം. ഇതൊക്കെ വളരെ പ്രൊസീജിയർ അനുസരിച്ച് വലിയ കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യം. മെയിൻ സ്റ്റോർ മീൻസ്, ചോദ്യമാണ്, മെയിൻ സ്റ്റോർ മീൻസ്, അതായത് അതിൻ്റെ ഒരു അർത്ഥം എന്താ പറയുക? ദ ബൾക്ക് ഓഫ് ദി ട്രഷറി ക്യാഷ് ബാലൻസ്. ആ ട്രഷറി ക്യാഷ് ബാലൻസിന്റെ മൊത്തവും, അല്ലെ ഭൂരിഭാഗവും മൊത്തവുമാണ് എന്ത്? മെയിൻ സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രഷറി പണത്തിന്റെ മൊത്തം, അതാണ് ശരിക്കും എന്ത് പറയുന്നത്? ഈ മെയിൻ സ്റ്റോർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഡബിൾ ലോക്ക് സ്ട്രോങ് റൂം തുറക്കുമ്പോഴെല്ലാം, തുറക്കുന്ന സമയത്ത് ഹാജരാകുന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? നമ്മൾ നിരവധി തവണ പറഞ്ഞതാണ്. ഡബിൾ ലോക്ക് സ്ട്രോങ് റൂം തുറക്കേണ്ടത് ഒന്ന് ട്രഷറി ഓഫീസറും മറ്റൊന്ന് ചീഫ് ട്രഷറും കൂടിയായിട്ടാണ്, രണ്ടുപേരും കൂടിയാണ്. അടുത്ത ചോദ്യം. കറൻസി ചെസ്റ്റ് ബാലൻസ് ഭാഗികമായിട്ട് നോട്ടുകൾ ഉൾക്കൊള്ളുന്നു, അവ ഡാഷ് എന്ന് കണക്കാക്കുന്നു. അതിന്റെ അർത്ഥം, കറൻസി ചെസ്റ്റ് ബാലൻസ് കൺസിസ്റ്റ് പാർട്ടിലി ഓഫ് നോട്ട്സ് വിച്ച് ആർ ട്രീറ്റഡ് ആസ് നോട്ട് ഇൻ സർക്കുലേഷൻ. അപ്പൊ ഇതിന്റെ ആൻസർ നോട്ട് ഇൻ സർക്കുലേഷനിലാണ്. അതായത് സർക്കുലേഷനിലില്ലാത്ത നോട്ടുകളാണ് കറൻസി ചെസ്റ്റിലുള്ളതെന്നാണ്. അപ്പോൾ ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ഈ വാണിജ്യ ബാങ്കുകളിലോ ട്രഷറികളിലോ ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന കറൻസി ചെസ്റ്റുകളിലെ പണം,
അത് രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുകയാണ്. അപ്പോൾ അതിൽ ഒന്ന്, ബാങ്കുകൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യാനായി കൈവശം വെച്ചിരിക്കുന്നതും എന്നാൽ ഇതുവരെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കാത്തതുമായിട്ടുള്ള നോട്ടുകളുണ്ട്. രണ്ടാമത്, ഇതിൽ കറൻസി ചെസ്റ്റിനുള്ളിലിരിക്കുന്ന നോട്ടുകൾ, അതായത് റിസർവ് ബാങ്കിന്റെ കൈവശം സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നവയായി കണക്കാക്കുന്നത് പൊതുജനങ്ങളുടെ കൈകളിൽ എത്താത്തതിനാൽ, അപ്പോൾ ഔദ്യോഗികമായിട്ട് നോട്ട് ഇൻ സർക്കുലേഷൻ എന്ന് നമുക്ക് പറയാം, പ്രചാരത്തിൽ ഇല്ലാത്തത് എന്ന്, അഥവാ നോട്ട് ഇൻ സർക്കുലേഷൻ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ബാങ്കുകൾ വഴി പണം ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ആ നോട്ടുകൾ പ്രചാരത്തിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ കറൻസി ചെസ്റ്റ് ബാലൻസിലുള്ള നോട്ടുകൾ എന്ന് പറയുന്നത് അവര് നോട്ട് ഇൻ സർക്കുലേഷൻ എന്ന ആൻസർ വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, കറൻസി ചെസ്റ്റിന്റെ ഉള്ളടക്കം ആരുടെ പ്രോപ്പർട്ടിയാണ്? ഈ കറൻസി ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ആരുടെ പ്രോപ്പർട്ടിയാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രോപ്പർട്ടിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രോപ്പർട്ടിയാണ് കറൻസി ചെസ്റ്റ്. അടുത്ത ചോദ്യം, ട്രഷറിയിലെ ഒരു സ്ട്രോങ് റൂമിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാൻ അധികാരമുള്ള അധികാരി ഇതാണ്. സ്ട്രോങ് റൂമിന്റെ ഫിറ്റ്നസ് കൊടുക്കണം ട്രഷറിയുടെ. അത് സാധാരണഗതിയിൽ നമ്മൾ പറയാറ് PWDയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ഇവിടെ നമ്മൾ ഒരുപാട് കൂടി ആൻസറിൽ ഒരു ചെറിയ മാറ്റം ഇവിടെ കാണുന്നുണ്ട്. അതായത് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാലും ശരിയാണ്. അടുത്ത ചോദ്യം, ജില്ലാ ഫോമാണ്, അത് നമ്മൾ വിട്ടു. അടുത്ത ചോദ്യം, കോമ്പിറ്റന്റ് അതോറിറ്റി നൽകിയ സ്ട്രോങ് റൂമിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇതിൽ സൂക്ഷിക്കണം. അപ്പൊ നമുക്ക് ഈ ഇങ്ങനെ ഓരോ വർഷവും സ്ട്രോങ് റൂമിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരും. ആരാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരിക? PWDയുടെ ചീഫ് എഞ്ചിനീയർ ആണ് PWDയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് ഇത് തരിക. എന്ത്? ഈ ട്രഷറി സ്ട്രോങ് റൂമിന്റെ ഫിറ്റ്നസ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഫിറ്റ്നസ് ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് തരിക. ആ സർട്ടിഫിക്കറ്റ് എവിടെ സൂക്ഷിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കുന്നതിന് ഈ സ്ട്രോങ് റൂമിന്റെ ഉള്ളിൽ അത് എവിടെയെങ്കിലും പ്രകടമായ സ്ഥലത്ത് ഷുഡ് ബി ഹങ് അപ്പ് ഇൻ എ കോൺസ്പീഷ്യസ് പ്ലേസ് ഇൻസൈഡ് ദ സ്ട്രോങ് റൂം. അതായത് നമുക്ക് എല്ലാവരും കാണുന്ന ഒരു സ്ഥലത്ത്, സ്ട്രോങ് റൂമിനകത്ത് പ്രകടമായ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ എല്ലാവരും കാണുന്ന ഒരു സ്ഥലത്ത് ഈ സർട്ടിഫിക്കറ്റ്, സ്ട്രോങ് റൂമിനെ സംബന്ധിച്ച് സ്ട്രോങ് റൂം ഫിറ്റ് ആണെന്ന് എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റ് അങ്ങനെ തൂക്കിയിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒട്ടിക്കുക, എന്തെങ്കിലും. അടുത്ത ചോദ്യം, പണമടയ്ക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ പാഡ്ലോക്ക് ബോക്സുകളും ലോക്കുകളും കീകളും താഴെ പറയുന്നവയുടെ സ്വത്താണ്. മനസ്സിലായല്ലോ? ഓൾ പാഡ്ലോക്ക് ബോക്സസ്, ലോക്സ് ആൻഡ് കീസ് യൂസ്ഡ് ഫോർ റെമിറ്റൻസ് പർപ്പസ് ആർ ദ പ്രോപ്പർട്ടി ഓഫ്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന പാഡിലോക്കിന്റെ ബോക്സുകൾ, അതായത് ഈ പാഡിലോക്ക് ഇട്ട് പൂട്ടുന്ന ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സുകൾ, പണം കൊണ്ടുവരുന്ന മറ്റ് വാല്യുബിൾസ് കൊണ്ടുപോകുന്ന ബോക്സുകൾ, പിന്നെ പൂട്ടുകൾ, അതിൻ്റെ താക്കോലുകൾ, ഇവ ആരുടെ പ്രോപ്പർട്ടിയാണെന്നാണ്. അതും ആരുടെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രോപ്പർട്ടിയാണ്. അടുത്ത ചോദ്യം, ഏത് നോട്ടുകളെയാണ് ഉയർന്ന മൂല്യമുള്ള നോട്ടുകളായിട്ട് കണക്കാക്കുന്നത്? അപ്പോൾ അത് 100 രൂപയോ അതിൽ കൂടുതലോ മൂല്യമുള്ള നോട്ടുകളെയാണ് നമ്മൾ ഉയർന്ന മൂല്യമുള്ള നോട്ടുകളായിട്ട് കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം, സ്പെയർ പാഡ്ലോക്ക് സൂക്ഷിക്കണമെങ്കിൽ ആരുടെ അനുമതി വേണം? ട്രഷറിയിൽ പാഡ്ലോക്കുകൾ ഉണ്ടാവും, എന്നാൽ അത് സ്പെയർ ഒരു എക്സ്ട്രാ സൂക്ഷിക്കണമെങ്കിൽ, ഒരു എക്സ്ട്രാ പാഡ്ലോക്ക് ട്രഷറിയിൽ സൂക്ഷിക്കണമെങ്കിൽ ആരുടെ അനുമതി വേണം? അത് ട്രഷറി ഡയറക്ടറുടെ അനുമതി വേണം. ക്ലിയർ? അടുത്തത് 4 ആണ്. 65ാമത്തെ ചോദ്യം, സബ് ട്രഷറി ഓഫീസർ ഡബിൾ ലോക്കിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്റ്റാമ്പ് പരിശോധിക്കുമ്പോൾ സ്റ്റാമ്പിന്റെ ഓരോ ക്ലാസ്സിലെയും സ്റ്റോക്കിന്റെ എത്ര ശതമാനം പരിശോധിക്കാം? പണം ബാലൻസ് വ്യക്തിപരമായിട്ട് പരിശോധിച്ചാൽ മതി. അതായത് വെൻ വേരിഫൈങ് ദ സ്റ്റാമ്പ് കെപ്റ്റ് അണ്ടർ ഡബിൾ ലോക്ക്,
ദ സബ് ട്രഷറി ഓഫീസർ ഇറ്റ് വിൽ ബി സഫിഷ്യൻറ്റ് ടു വെരിഫൈസ് ദ ക്യാഷ് ബാലൻസ് പേഴ്സണലി ടു ചെക്ക്. അതെ. അപ്പോൾ എത്ര ശതമാനം പരിശോധിക്കണമെന്നാ ട്രഷറി ഓഫീസർ സ്റ്റാമ്പ് പരിശോധിക്കുമ്പോൾ ഓരോ പിന്നെ ക്ലാസ്സിലെയും സ്റ്റാമ്പിൻ്റെ സ്റ്റോക്ക് 10% പരിശോധിച്ചാൽ മതി എന്നാണ്. അങ്ങനെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സബ് ട്രഷറിയിലെ ഡബിൾ ലോക്കിൽ വിവിധ ക്ലാസ്സുകളിലുള്ള, ഇപ്പം നമ്മൾ ക്ലാസ്സുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് 1 രൂപയുടെ 5 രൂപയുടെ 10 രൂപയുടെ ഒക്കെ സ്റ്റാമ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നു വെക്കുക. അപ്പോൾ 1 രൂപയുടെ 10,000 സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ സബ് ട്രഷറി ഓഫീസർ അതിൻ്റെ 10%, ഒരു 1000 എണ്ണം തിരിച്ച് പരിശോധിച്ചാൽ അതിൻ്റെ ആ തിരിച്ച് പരിശോധിച്ചാൽ മതി. 10%. 5 രൂപയുടെ ആണെങ്കിൽ 5000 എണ്ണം ഉണ്ടെങ്കിൽ അത് 500 സ്റ്റാമ്പ് പരിശോധിച്ചു. ഇതുപോലെ ഓരോ ക്ലാസിൻ്റെയും സ്റ്റോക്കിൻ്റെ 10% സ്റ്റാമ്പുകൾ പരിശോധിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം, കറൻസി ടെക്സ്റ്റ് ബുക്ക് എത്ര വർഷം സൂക്ഷിക്കണം? ഇത് വളരെ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്. കറൻസി ടെക്സ്റ്റ് ബുക്ക് എത്ര വർഷം സൂക്ഷിക്കണമെന്ന്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താ പറഞ്ഞാൽ 3 വർഷമൊന്നും മാത്രം പോരാ. ഉപയോഗം അവസാനിച്ചതിന് ശേഷം 3 പൂർണ്ണ സാമ്പത്തിക വർഷം, 3 കംപ്ലീറ്റഡ് ഫിനാൻഷ്യൽ ഇയർ സൂക്ഷിക്കണം. എപ്പോൾ? ഇതിൻ്റെ ഉപയോഗം അവസാനിച്ചതിന് ശേഷം. ക്ലിയർ അല്ലേ? 3 വർഷമൊന്ന് മാത്രമാണ് ആൻസർ ഉള്ളതെങ്കിൽ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഉപയോഗം, ഈ കറൻസി ടെക്സ്റ്റ് ബുക്ക് ഉപയോഗം അവസാനിച്ചതിന് ശേഷം പിന്നെ 3 ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കണം. അടുത്ത ചോദ്യം, കറുപ്പിൻ്റെയും കഞ്ചാവിൻ്റെയും പ്രധാന സ്റ്റോക്ക് സൂക്ഷിക്കേണ്ടത് എവിടെ? ഈ കറുപ്പും കഞ്ചാവും ഒക്കെ, അതായത് ലഹരി മരുന്നുകളൊക്കെ പിടിക്കപ്പെട്ടാൽ അത് സൂക്ഷിക്കുന്നത് ഡബിൾ ലോക്ക് സ്ട്രോങ് റൂമിലാണ് സൂക്ഷിക്കേണ്ടത്. കറുപ്പ്, കഞ്ചാവും, ഒപ്പിയം, ഗഞ്ച എന്നൊക്കെ അതിന് പറയാം. ഒപ്പിയം, ഗഞ്ച, കറുപ്പും കഞ്ചാവും. അപ്പോൾ അതിൻ്റെ സൂക്ഷിക്കേണ്ടത് ട്രഷറിയിലെ ഡബിൾ ലോക്ക് സ്ട്രോങ് റൂമിലാണ്. ഓർമ്മിച്ചു വെക്കുക. അടുത്ത ചോദ്യം, വനം വകുപ്പിൻ്റെ ടെൻഡർ ചെയ്യുന്നവർ നടത്തുന്ന സമ്പാദ്യമായ പണം ഡാഷ് അക്കൗണ്ടായിട്ട് ക്രെഡിറ്റ് ചെയ്യണം. വിശദീകരണം വേണമെന്ന് പറയാം, ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഇപ്പോൾ വനം വകുപ്പ് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ ക്ഷണിക്കുമ്പോൾ അവർ എന്ത് നിക്ഷേപിക്കും? ഒരു പണം കെട്ടിവെച്ചിട്ട് ആ ടെൻഡറിൽ പങ്കെടുക്കാം. ആ പണത്തിനാണ് നമ്മൾ ഈ ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതായത് EMD എന്ന് പറയും. മലയാളത്തിൽ അതിന് നിരതദ്രവ്യം എന്ന് പറയും. അത് നമ്മൾ കെട്ടിവെക്കുന്നു. പിന്നീട് ഒക്കെ അത് കിട്ടും. പക്ഷെ അതിന് പിന്നെയും നടപടിക്രമമുണ്ട്. തിരിച്ചു കിട്ടണമെങ്കിൽ പങ്കെടുക്കണമെങ്കിൽ ഈ EMD കിട്ടി വെക്കണം. ആ തുക സർക്കാർ അക്കൗണ്ടിൽ എന്തായിട്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർക്കാർ അക്കൗണ്ടിൽ ഈ കെട്ടിവെക്കുന്ന തുക, നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെ വാക്ക് റവന്യൂ ഡിപ്പോസിറ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യും. ഈ ഡിപ്പോസിറ്റ് എന്ന വാക്ക് തന്നെ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്നാണ് അർത്ഥം. അപ്പോൾ റവന്യൂ ഡിപ്പോസിറ്റിലാണ് അത് ക്രെഡിറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, EMD ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് എപ്പോഴും ക്രെഡിറ്റ് ചെയ്യുന്നത് റവന്യൂ ഡിപ്പോസിറ്റ് ആയിട്ടാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഒരേ ജില്ലയിലെ 2 സബ് ട്രഷറികൾക്കിടയിൽ, ട്രഷറിക്കും അതിന് കീഴിലുള്ള സബ് ട്രഷറിക്കും ഇടയിലോ നടക്കുന്ന പണത്തെ, ആ കൈമാറ്റം ചെയ്യുന്ന പണത്തെ എന്ത് വിളിക്കുന്നു? അത് ട്രഷറിക്കുള്ളിലെ കൈമാറ്റങ്ങൾ എന്ന് വിളിക്കുന്നു. ഇതിനു മുമ്പ് ഈ ചോദ്യം വന്നതാണ്. ട്രാൻസ്ഫർ വിത്തിൻ ദ ട്രഷറി എന്നാണ് പറയുക. അതായത് ഒരേ ജില്ലയിലെ 2 സബ് ട്രഷറികൾക്കിടയിലുള്ള ട്രാൻസാക്ഷൻ, ഇടപാടുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടപാട്. അല്ലെങ്കിൽ ഒരു സബ് ട്രഷറിക്കും ഒരു ട്രഷറിക്കും ഇടയിലുള്ള ഇടപാടുകൾ, ഒരേ ജില്ലയിലുള്ളതാണ് കേട്ടോ. അതിനെ എങ്ങനെ കണക്കാക്കുന്നു എന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫേഴ്സ് വിത്തിൻ ദ ട്രഷറി, അഥവാ ട്രഷറിക്കുള്ളിലെ കൈമാറ്റങ്ങൾ എന്ന രീതിയിലാണ് കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം, ബാങ്ക് ഡെയിലി സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ചിരിക്കുന്ന മൊത്തം റെസീറ്റും മൊത്തം പേയ്മെൻറ്റും തമ്മിലുള്ള മൊത്തം വ്യത്യാസം ഒരു ഡെയിലി രജിസ്റ്ററിൽ പോസ്റ്റ് ചെയ്യണം. ഇതും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ബാങ്ക് വൈകുന്നേരം ആകുമ്പോൾ ഡെയിലി സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കും. ആ ഡെയിലി സ്റ്റേറ്റ്മെൻറ്റിൽ എന്തുണ്ടാവും? റെസീറ്റും ഉണ്ടാവും, പേയ്മെൻറ്റും ഉണ്ടാവും, വരവും ചെലവും ഉണ്ടാവും. ആ വരവും ചെലവും
എപ്പോഴും കൂട്ടിക്കഴിയുമ്പം ഈക്വൽ ആയാൽ അത് ടാലിയായി. എന്നാൽ ഇത് തമ്മിൽ ടോട്ടൽ വരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു രജിസ്റ്ററിൽ പോസ്റ്റ് ചെയ്യണമെന്നാണ്. ആ രജിസ്റ്ററിൽ ഏത് രജിസ്റ്ററിലാണ് ഇത് എഴുതി വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആ രജിസ്റ്റർ ഓഫ് റിസർവ് ബാങ്ക് ഡിപ്പോസിറ്റിൽ എഴുതി വെക്കണം. എവിടെയാണ്? രജിസ്റ്റർ ഓഫ് റിസർവ് ബാങ്ക് ഡിപ്പോസിറ്റ്. ഒരിക്കൽ കൂടി ചോദ്യം പറയണോ? ദ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഡെയിലി ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഈ സർക്കാർ ഇടപാടുകൾ നടത്തുന്ന ബാങ്കിലുണ്ടല്ലോ, ആ ബാങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കും. ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഡെബിറ്റ് ക്രെഡിറ്റ് ആയിട്ടാണ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക. അത് വരവും ചെലവും, പണം വാങ്ങുന്നതും പണം കൊടുത്തതും, അങ്ങനെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അവ തമ്മിലുള്ള ടോട്ടൽ വ്യത്യാസം എന്ന് പറയുന്നത് ഏത് രജിസ്റ്ററിൽ പോസ്റ്റ് ചെയ്യണമെന്നാണ്. ആ വ്യത്യാസം റിസർവ് ബാങ്ക് നിക്ഷേപത്തിന്റെ രജിസ്റ്റർ അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫ് റിസർവ് ബാങ്ക് ഡിപ്പോസിറ്റിലാണ് എഴുതേണ്ടത്. വ്യത്യാസം ഉണ്ടാവുമല്ലോ എന്തായാലും. ഓക്കെ, അടുത്തത് 70 ഫോമാണ്. അടുത്തതും ഫോമാണ്. അടുത്ത ചോദ്യം, ഒരു ചാർജ് പ്രധാന അക്കൗണ്ടിൽ കൂടുതലായി ഡെബിറ്റ് ചെയ്യപ്പെടുമ്പോൾ ഡ്രോയർ സാധാരണയായി ഡെബിറ്റബിൾ തുകയുടെ ബില്ലിന്റെ തരം. ചോദ്യം ഒരിക്കൽ കൂടി ഇംഗ്ലീഷിലൂടെ വായിക്കേണ്ടിയിരിക്കുന്നു. ആ മലയാളം വായിക്കുമ്പോൾ അത്ര ക്ലിയർ ആവുന്നില്ല. വെൻ എ ചാർജ് ഈസ് ഡെബിറ്റബിൾ ടു മോർ ദാൻ മേജർ ഹെഡ് ഓഫ് അക്കൗണ്ട്. ക്ലിയർ ആയില്ലേ? മോർ ദാൻ മേജർ ഹെഡ് ഓഫ് അക്കൗണ്ട്, ദ ഡ്രോയർ ഷാൽ ഓർഡിനറിലി പ്രസന്റ് ഡാഷ് ടൈപ്പ് ഓഫ് ബിൽ ഫോർ ദ എമൗണ്ട് ഡെബിറ്റബിൾ. ആ ഒറ്റ വാക്കിൽ നമുക്ക് ചോദ്യത്തിന് ഉത്തരം പിടികിട്ടി. മോർ ദാൻ മേജർ ഹെഡ് ഓഫ് അക്കൗണ്ട്, അത് നമുക്കൊന്ന് വിശദീകരിക്കാം. അതായത് ഒന്നിൽ കൂടുതൽ പ്രധാന അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യേണ്ട ബില്ലുകളാണെങ്കിൽ, നമ്മൾ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടിൽ നിന്നാണ് ഡെബിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒറ്റ ബില്ല് കൊടുത്താൽ മതി. ഇവിടെ മോർ ദാൻ മേജർ ഹെഡ് ഓഫ് അക്കൗണ്ട് ആണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ മേജർ ഹെഡ് ഓഫ് അക്കൗണ്ടുകളിൽ നിന്ന് ഡെബിറ്റ് ചെയ്യപ്പെടേണ്ട ബില്ലുകൾ, പണം തരേണ്ട ബില്ലുകൾ നമ്മൾ എങ്ങനെ കൊടുക്കണമെന്നാണ്? സെപ്പറേറ്റ് ബിൽ ഈസ് ടു ബി പ്രിപ്പയർഡ്. പ്രത്യേക ബില്ലുകൾ തയ്യാറാക്കണം. ക്ലിയർ അല്ലേ? അതിൽ കൂടുതൽ അതിന്റെ വിശദീകരണം ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളൊരു സർക്കാർ ഓഫീസിൽ, ഒരു ഉദാഹരണം കൂടി പറയാം, ഒരു സർക്കാർ ഓഫീസിൽ നടപ്പിലാക്കിയ ഒരു പ്രവൃത്തിയുടെ ബില്ല് മാറി നൽകുന്നു എന്ന് കരുതുക. ഇതിലെ മൊത്തം തുക രണ്ട് വ്യത്യസ്ത അക്കൗണ്ടുകളിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഒരു മേജർ ഹെഡിൽ നിന്ന്, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഹെഡിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഹെഡിൽ നിന്ന് കിട്ടേണ്ടതുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെ കിട്ടേണ്ട രണ്ട് മേജർ ഹെഡുകളിൽ നിന്നാണ് കിട്ടേണ്ടതെങ്കിൽ, അപ്പൊ ഈ രണ്ട് അക്കൗണ്ടുകളിലേക്കും ഡെബിറ്റ് ചെയ്യേണ്ട തുകയ്ക്കായിട്ട് ഒറ്റ ബില്ല് നൽകിയാൽ പറ്റില്ല. കാരണം രണ്ട് ഹെഡിൽ നിന്നാണ്, മേജർ ഹെഡിൽ നിന്നാണ് വരുന്നത്. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഹെഡിൽ നിന്നുണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഹെഡിൽ നിന്നുണ്ട്. അപ്പോൾ അത് ആദ്യത്തേന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഹെഡിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ട തുകയ്ക്ക് ഒരു ബില്ല് കൊടുക്കുക, റവന്യൂ എക്സ്പെൻഡിച്ചർ ഹെഡിൽ നിന്ന് ഡെബിറ്റ് ചെയ്യേണ്ട തുകയ്ക്ക് ബില്ലിന് മറ്റൊരു ബില്ല് കൊടുക്കുക. ഇങ്ങനെ ആയിരിക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. പ്രത്യേകം ബില്ലുകൾ തയ്യാറാക്കണം. എങ്ങനെ? മോർ ദാൻ മേജർ ഹെഡ് ഓഫ് അക്കൗണ്ട്, മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ മേജർ ഹെഡ് ഓഫ് അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഓരോന്നിനും പ്രത്യേകം ബില്ലുകൾ തയ്യാറാക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർക്കാർ ഉദ്യോഗസ്ഥനെതിരെയുള്ള മുൻ അറ്റാച്ച്മെന്റ് ഉത്തരവ് പൂർണ്ണമായി പാലിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ അറ്റാച്ച്മെന്റ് ഓർഡർ ലഭിച്ചാൽ റിക്കവർ ചെയ്യുന്നത് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ ആയിരിക്കും. അറ്റാച്ച്മെന്റ് ഓർഡർ താഴെ പറയുന്നവ തരത്തിലായിരിക്കണം. അപ്പോ അതിന്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇവിടെ ഒരു ശമ്പളം അറ്റാച്ച് ചെയ്യുമ്പോൾ, ശമ്പളം അറ്റാച്ച് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരാളുടെ പേരിൽ ഇപ്പം നിലവിൽ ഒരു റിക്കവറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശമ്പളത്തിൽ നിന്ന് 10,000 രൂപ പിടിച്ചടയ്ക്കണം എന്ന് ഒരു റിക്കവറി നടക്കുകയാണ് ഇപ്പോൾ. ആ റിക്കവറി തീരുന്നതിന് മുമ്പ് അയാൾക്ക് മറ്റൊരു അറ്റാച്ച്മെന്റ് ഓർഡർ വന്നു, വേറൊരു റിക്കവറി വന്നു. അത് രണ്ട് കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നാല് ഒരു സർക്കാർ ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന തുകയ്ക്ക് ഒരു പരിധിയുണ്ട്.
കാരണം അയാൾക്ക് ജീവിക്കാനുള്ള തുക കൊടുത്തതിന് ശേഷമുള്ള തുകയ്ക്ക് മാത്രമേ പിടിച്ചെടുക്കൽ. അപ്പോൾ മാക്സിമം റിക്കവറി ഇത്ര ആയിരിക്കണം എന്നൊരു നിയമം ഉണ്ട്. അപ്പോൾ അതിന് പരിമിതിയുണ്ട്. അപ്പോൾ അതെന്ത് വരും? ആദ്യത്തെ ഉത്തരവ് പ്രകാരം ഒരു ജീവൻ ഇപ്പം നമ്മൾ വീണ്ടും അത് തന്നെ പറയാം, ഒരു 50,000 രൂപയാന്ന് വെച്ചോ ഒരാളുടെ ശമ്പളം. കോടതിയുടെ ഉത്തരവ് പ്രകാരം ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് 10,000 വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ട് തീരുന്നതിന് മുമ്പാണ് രണ്ടാമത്തെ ഉത്തരവ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിയമപ്രകാരം ശമ്പളത്തിൽ നിന്ന് ആകെ പിടിച്ചെടുക്കാവുന്ന പരമാവധി പരിധിക്ക് വിധേയമായിട്ട് മാത്രമേ ഈ രണ്ട് ഉത്തരവുകൾ പ്രകാരമുള്ള തുകയും ഈടാക്കാൻ പറ്റുള്ളൂ. കോടതി പറഞ്ഞെന്ന് വെച്ചിട്ട് മുഴുവൻ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമത്തത് എത്രയാണോ പറ്റുക, അയാൾക്ക് ആ ജീവനക്കാരന് ജീവിക്കാൻ വേണ്ടിയുള്ള തുക കഴിച്ച് നിയമം അനുവദിക്കുന്ന പരമാവധി പരിധിക്കുള്ളിൽ നിന്ന് മാത്രമേ റിക്കവറി പരിമിതപ്പെടുത്താൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ്. അപ്പോൾ കോടതി പറഞ്ഞെന്ന് വെച്ചിട്ട് തോന്നിയ പോലെയുള്ള എമൗണ്ടുകൾ ഡിസ്ബേഴ്സിംഗ് ഓഫീസർക്ക് സാലറിയിൽ നിന്ന് ഡിസ്ബേഴ്സ് ചെയ്യാനുള്ള അധികാരം ഇല്ല. അപ്പോൾ ഇവിടെ ആൻസർ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ അറ്റാച്ച്മെൻറ്റോട് താഴെ പറയുന്ന എന്ത് തരത്തിൽ ഇത് പിടിക്കണം. അതായത് നിയമം അനുസരിച്ച് പരമാവധി പരിധിക്കുള്ളിൽ റിക്കവറി പരിമിതപ്പെടുത്തണം. റിക്കവറി മേ ബി ലിമിറ്റഡ് വിത്തിൻ ദ മാക്സിമം ലിമിറ്റ് ആസ് പെർ ലോ. റിക്കവറി മേ ബി ലിമിറ്റഡ് വിത്തിൻ ദ മാക്സിമം ലിമിറ്റ് ആസ് പെർ ലോ. നിയമപ്രകാരം റിക്കവറിയുടെ പരമാവധി ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് റിക്കവറി ചെയ്തു കൊടുക്കാം. ഓക്കെ, അടുത്ത ഫോമാണ്, വീണ്ടും ഫോമാണ്. അടുത്ത ചോദ്യം, ഒരു ഗസറ്റഡ് ഓഫീസർക്ക് സ്വന്തം ശമ്പളത്തിനും അലവൻസുകൾക്കും അവധി ശമ്പളത്തിനും ബില്ലെടുക്കാൻ അധികാരമുണ്ട്. അത് ആ ശമ്പളം വിഡ്രോ ചെയ്യുന്നതിന്, പിൻവലിക്കുന്നതിന് ആരാണ് അംഗീകാര സ്ലിപ്പ് നൽകേണ്ടത്? അത് അക്കൗണ്ടന്റ് ജനറല. ഗസറ്റഡ് ഓഫീസറുടെ ശമ്പളവും അലവൻസും ഒക്കെ വിഡ്രോ ചെയ്താനുള്ള അംഗീകാരം നൽകേണ്ടത് എന്താണ്? അക്കൗണ്ടന്റ് ജനറലാണ്. അതാണ് ഇവിടുത്തെ ചോദ്യം. 78 ഫോം. ഇത് അടിച്ച ഫോമുകൾ ഇഷ്ടം പോലെയാണ്. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അടുത്തതും ഫോം 4 ഫോം 5 6 ഫോമുകളാണ് ഇപ്പം വന്നിരിക്കുന്നത് തുടർച്ചയായിട്ട്. നോക്ക് നിങ്ങൾ എന്താ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ 78, 79, 80, 81, 82, 83 അത്രയും ഫോമുകൾ ഒറ്റയടിക്ക് വന്നു. ഓക്കെ, ഇനി അടുത്ത അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യം നോക്കാം നമുക്ക്. തുകയുടെ ബില്ലെടുക്കുന്നതിന് മുമ്പ് ചില സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഓഫീസുകളുമായി ബന്ധപ്പെട്ട കണ്ടിൻജന്റ് ചാർജുകൾ അടയ്ക്കുന്നതിന് അനുവദിച്ച ഒരു അഡ്വാൻസ് എന്ന് പറയുന്നത് ഏതാണ്? അതായത് നമ്മൾ ഈ ചില ഓഫീസുകളിലെ ചെറിയ ചെലവുകൾ, മൈനർ എക്സ്പെൻഡിച്ചറുകൾ നടത്താൻ വേണ്ടി, ഇപ്പോൾ കൊറിയർ അയക്കുക, പെന്ന് വാങ്ങുക, സ്റ്റേഷനറി വാങ്ങുക, അങ്ങനെയുള്ള ചെലവുകൾ നടത്താൻ വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, എല്ലാ ഓഫീസുകളിലും ഇല്ല, അതിന് കണ്ടിൻജന്റ് ചാർജുകൾ എന്നാണ് പറയുന്നത്, അതിനുവേണ്ടി മുൻകൂർ അഡ്വാൻസ് അനുവദിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർമനന്റ് അഡ്വാൻസ് എന്ന് പറയും. അപ്പോൾ ഈ അഡ്വാൻസ് അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ അഡ്വാൻസിൽ നിന്ന്, ഇപ്പോൾ ഒരു ഓഫീസിലേക്ക് 5,000 രൂപ പെർമനന്റ് അഡ്വാൻസ് അനുവദിച്ചു, ആ അഡ്വാൻസിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ചെലവുകളൊക്കെ ചെയ്ത് ആ ചെലവ് ചെയ്തതിൻ്റെ ബില്ലുകൾ അതിന് ശേഷം സമർപ്പിക്കാം. ശേഷം സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ കിട്ടുന്ന പണം വീണ്ടും ഈ പെർമനന്റ് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ബില്ലുകൾ സമർപ്പിക്കാൻ കാലതാമസം ഉണ്ടാകും. ഏതൊരു കാര്യവും നമ്മൾ അത് വാങ്ങിയതിന് ശേഷം അതെല്ലാം വെച്ച് വൗച്ചറുകൾ വെച്ചിട്ട് ബില്ലുകൾ സമർപ്പിച്ചതിന് ശേഷം പണം കിട്ടുക എന്ന് പറഞ്ഞാൽ അർത്ഥം ആ പണം, ആ ചെലവാക്കുന്ന പണം അവിടെ ഡ്രോയിങ് ഓഫീസറോ ഓഫീസ് ഹെഡോ അവിടുത്തെ സ്റ്റാഫോ ആരെങ്കിലുമൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് ഒരു പണി നടക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ വർക്കിന് താമസം വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പെർമനന്റ് അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് എടുത്ത് ചെലവാക്കാം, പിന്നീട് ബില്ല് കൊടുത്താൽ മതി. അടുത്ത ചോദ്യം, ഒരു ഗവൺമെന്റ് സേവനത്തിൽ നിന്ന് ഒരാളെ സർവീസിൽ നിന്ന് ഇൻവാലിഡേറ്റ് ചെയ്തു, സേവനത്തിൽ പറ്റാത്ത ആളാക്കി. ശമ്പളത്തിനും അലവൻസുകൾക്കുമായി അവൻ്റെ ക്ലെയിമുകൾ ക്രമീകരിച്ചതിന് ശേഷവും ചില സർക്കാർ കുടിശ്ശികകൾ അവനിൽ കുടിശ്ശികയായി കണ്ടെത്തുകയും ചെയ്താൽ അത് ഏതിൽ നിന്നാണ് പിടിച്ചെടുക്കുക?
ഒരു ഓഫീസർ അയാളെ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയാണ്, ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇൻവാലിഡേറ്റ് ചെയ്യാണ്. അപ്പോൾ അയാൾ കുറേ പിന്നെ സർക്കാരിലേക്ക് കുറേ തുകകൾ, ഇപ്പോൾ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസോ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ അടയ്ക്കാനുണ്ട്. ഇതെല്ലാം ശമ്പളവും പിന്നെ ഇതൊക്കെ അലവൻസും ഒക്കെ നോക്കിയിട്ടും ആ അടവ് തീരൂല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഏതിൽ നിന്ന് പിടിക്കണമെന്നാ? അത് DCRGയിൽ നിന്ന് പിടിക്കണം, അല്ലെങ്കിൽ ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി, അതാണ് DCRG. അതിൽ നിന്ന് പിടിച്ച് ഇതിന് ശേഷം ബാക്കി കൊടുത്താൽ മതി. അതാണ് അടുത്ത ചോദ്യം. കണ്ടിൻജന്റ് ബില്ലിന്റെ കാര്യത്തിൽ അംഗീകൃത വ്യക്തി ഒരു മെസ്സഞ്ചർ മുഖേന ബില്ലിന്റെ പേയ്മെന്റ് ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മെസ്സഞ്ചർ ഒരു അധികാരപത്രം ഹാജരാക്കണം. ബാങ്കിംഗ് ഇതര ട്രഷറിയിലെ അധികാരപത്രം എത്ര കാലത്തേക്കാണ് എന്നാണ് ചോദ്യം. ഉദാഹരണത്തിന് ഒരു അധികാരപത്രം ഹാജരാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സർക്കാർ ഓഫീസിലെ കണ്ടിൻജന്റ് ബില്ല് തുക കൈപ്പറ്റാൻ ചുമതലപ്പെട്ട വ്യക്തി, അതായത് നമുക്ക് അയാളെ എൻഡോഴ്സി എന്ന് പറയാം, തനിക്ക് നേരിട്ട് ഹാജരാകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മറ്റൊരാളെ, ബാങ്ക് ജീവനക്കാരനല്ലാത്ത ഒരു മെസ്സഞ്ചറെ ട്രഷറിയിൽ അയക്കുകയാണെങ്കിൽ ആ മെസ്സഞ്ചർ കൈവശം വെക്കേണ്ട അധികാരപത്രം, ലെറ്റർ ഓഫ് അതോറിറ്റി, പരമാവധി 10 വർഷം വരെ കാലാവധി ഉള്ളതായിരിക്കണം. പരമാവധിയാണ് കേട്ടോ. ബാങ്കിംഗ് ഇതര ട്രഷറികളിൽ ഇത്തരം ജനറൽ അധികാരപത്രങ്ങൾ ദീർഘകാലത്തേക്ക്, അതായത് 10 വർഷത്തേക്ക് വരെ ഉപയോഗപ്പെടുത്താൻ വ്യവസ്ഥയുണ്ട്. അപ്പോൾ ഒരാളെ മെസ്സഞ്ചർ മുഖേന ഒരു കണ്ടിൻജന്റ് ബില്ലിന്റെ കാര്യത്തിൽ അംഗീകൃത വ്യക്തി ഒരു മെസ്സഞ്ചർ മുഖേന ബില്ലിന്റെ പേയ്മെന്റ് ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മെസ്സഞ്ചർ ഇങ്ങനെ ഒരു അധികാരപത്രം ഹാജരാക്കണം, ലെറ്റർ ഓഫ് അതോറിറ്റി. ബാങ്കിങ് ഈ അധികാരപത്രം എത്ര വർഷത്തേക്ക്? 10 വർഷം വരെ ഉള്ള അധികാരപത്രം ഹാജരാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഡ്രോയിങ് ഓഫീസർ ഫിൽഡ് അപ്പ് ദ കോളംസ് ആൻഡ് ഓഫ് എ ട്രഷറി ബിൽ ബുക്ക്. ട്രഷറി ബിൽ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പം നമുക്കറിയാം, ഈ ട്രഷറി ബിൽ ബുക്ക് എന്ന് പറയുന്ന സാധനം നമ്മുടെ ബില്ലുകൾ, ശമ്പള ബില്ലുകളോ മറ്റ് ബില്ലുകളോ ഒക്കെ ഈ ട്രഷറി ബിൽ ബുക്കിൽ ചേർത്തി അതിലെ ഒപ്പിട്ടിട്ടാണ് നമ്മൾ ട്രഷറിയിൽ കൊടുക്കുന്നത്. അപ്പോൾ അത് ട്രഷറി അതിൽ പാസ്സാക്കി, അതിൽ ട്രഷറി ഓഫീസർ ഈ ബിൽ ബുക്കിൽ സൈൻ ചെയ്യും. അതിനുശേഷം ട്രഷറി ബിൽ ബുക്ക് വീണ്ടും നമുക്ക് തിരിച്ചു തരും. അതിനുശേഷം നമ്മൾ ഈ ബില്ല് ഡേറ്റ് ഓഫ് എൻട്രി ഇൻ ദ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നൊരു കോളം ട്രഷറി ബിൽ ബുക്കിലുണ്ട്. അതിൽ എന്നാണ് പിന്നെ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയതെന്ന് ഓർത്തിട്ട് വീണ്ടും ഇവിടുത്തെ ഡ്രോയിങ് ഓഫീസർ ഒപ്പിടും. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ ഡ്രോയിങ് ഓഫീസർ ഇതിൽ ഏതൊക്കെ കോളങ്ങളാണ് ഫില്ല് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഒരു ബിൽ ബുക്കിൽ, ട്രഷറി ബിൽ ബുക്കിൽ ഡ്രോയിങ് ഓഫീസർ ഏതൊക്കെ കോളങ്ങളാണ് ഫില്ല് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓർമ്മിച്ചിരിക്കുക, നമ്മൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 1 മുതൽ 6 വരെ കോളങ്ങൾ ഡ്രോയിങ് ഓഫീസറാണ്. അത് കഴിഞ്ഞ് 12ഉം 13ഉം ഡ്രോയിങ് ഓഫീസറാണ്. ഞാനത് പറഞ്ഞല്ലോ, 1 മുതൽ 6 വരെ കോളങ്ങൾ പൂരിപ്പിച്ചിട്ടാണ് ബില്ല് കൊടുത്തുവിടുന്നത്. ആ ബില്ല് പാസ്സായി തിരിച്ചു വന്നാൽ 12ഉം 13ഉം കോളങ്ങൾ, അത് ഒന്ന് ഡേറ്റ് ഓഫ് എൻട്രി ഇൻ ദ ക്യാഷ് ബുക്കും സിഗ്നേച്ചറും 12 അതും ഡ്രോയിങ് ഓഫീസറുണ്ട്. അത് പോയി വന്നതിന് ശേഷം, പക്ഷേ ടോട്ടൽ പറയുമ്പോൾ ഒരു ട്രഷറി ബിൽ ബുക്കിൽ 1 മുതൽ 6 വരെ കോളങ്ങളും 12ഉം 13ഉം കോളങ്ങളും ട്രഷറി ഓഫീസർ പൂരിപ്പിക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ദ ട്രഷറി ഷുഡ് ഫിൽ അപ്പ് കോളംസ് ഡാഷ് ടു ഓഫ് എ ബിൽ ബുക്ക്. അപ്പോൾ ട്രഷറി ഓഫീസർ അല്ലെ ട്രഷറി ഓഫീസർ ഈ ബിൽ ബുക്കിലെ ഏതൊക്കെ കോളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്? അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം? മേലൊക്കെ പറഞ്ഞതിൻ്റെ ബാക്കി ആകെ 13 കോളാണ് ഉള്ളത്. അതിൽ 1 മുതൽ 6 വരെയും 12ഉം 13ഉം ആര് പൂരിപ്പിക്കും? ഡ്രോയിങ് ഓഫീസർ പൂരിപ്പിക്കും.
ട്രഷറിക്ക് പൂരിപ്പിക്കാനുള്ളത് 7 മുതൽ 11 വരെ കോളങ്ങളാണ്. 7 മുതൽ, അതാണല്ലോ ഇതിലെ ഗ്യാപ്പിലുള്ളത്, 7 മുതൽ 11 വരെ കോളങ്ങൾ പൂരിപ്പിക്കുന്നത് ട്രഷറിയാണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ. അടുത്ത ചോദ്യം. ട്രഷറി ബിൽ ബുക്ക് നഷ്ടപ്പെട്ടതായി കണ്ടാൽ ബന്ധപ്പെട്ട ഡ്രോയിങ് ഓഫീസർ വിശദാംശങ്ങൾ ആരെ അറിയിക്കണം? അപ്പോൾ ഈ ട്രഷറി ബിൽ ബുക്ക് എന്ന് പറയുന്നത് ട്രഷറി ഓഫീസറും ഡ്രോയിങ് ഓഫീസറും തമ്മിലുള്ള ഒരു ബന്ധമുള്ള സാധനമാണ്. അപ്പോൾ ഈ ട്രഷറി ബിൽ ബുക്ക് തരുന്നതാരാ? ട്രഷറി ഓഫീസറാണ്. ആർക്ക് തരുന്നു? ഒരു സ്ഥാപനത്തിലേക്ക് വേണ്ടിയാണ് തരുന്നത്. ഒരു സ്ഥാപനത്തിൽ, അത് ആ സ്ഥാപനത്തിൻ്റെ DDOയ്ക്കാണ് ഈ ട്രഷറി ബിൽ ബുക്ക് തരിക. എന്തിനു വേണ്ടി തരുന്നു? ബില്ലുകൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ബില്ല് സമർപ്പിക്കുമ്പോഴും ട്രഷറി ബിൽ ബുക്കിൽ എഴുതി ചേർത്തിട്ടാണ് ബിൽ ബുക്ക് സമർപ്പിക്കുക. ഇനി ചോദ്യം ഇതാണ്, ഈ ഏതെങ്കിലും ബിൽ ബുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അത് സംഭവിക്കാം. ആ ഡ്രോയിങ് ഓഫീസർ ആരെ അറിയിക്കണം? അത് വിശദാംശങ്ങൾ ഉടൻ തന്നെ ട്രഷറി ഓഫീസറെ അറിയിക്കണം. അടുത്ത ചോദ്യം. നഷ്ടപ്പെട്ട ബിൽ ബുക്കിന്റെ കാര്യത്തിൽ ബന്ധപ്പെട്ട ഡ്രോയിങ് ഓഫീസർക്ക് താഴെ പറയുന്നവ ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റുന്നത് ശൂന്യമായിട്ടുള്ള ബ്ലാങ്ക് ആയിട്ടുള്ള പേജുകളും റിക്വസിഷൻ സ്ലിപ്പും റദ്ദാക്കി സുരക്ഷിതമായിട്ട് കസ്റ്റഡിയിൽ സൂക്ഷിക്കുക. ക്യാൻസൽ ദ ബ്ലാങ്ക് പേജസ് ആൻഡ് ദ റിക്വസിഷൻ സ്ലിപ്പ് ആൻഡ് കീപ്പ് ഇൻ ദി സേഫ് കസ്റ്റഡി. ഒരു ചോദ്യം മലയാളം വായിക്കുമ്പോൾ ഇതെന്താ സംഭവം എന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും. നമുക്ക് ഇംഗ്ലീഷിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇൻ ദ കേസ് ഓഫ് എ ലോസ്റ്റ് ബിൽ ബുക്ക് ഈസ് ഫൗണ്ട് ഔട്ട് സബ്സിക്വൻ്റ്ലി ദ കൺസേൺഡ് ഡ്രോയിങ് ഓഫീസർ ക്യാൻ. കറക്റ്റ് അവിടെ വരുന്നുണ്ട്. ചില ചോദ്യങ്ങൾ അങ്ങനെയാണ്, മലയാളീകരിക്കുമ്പോൾ നമുക്ക് ഒരു എത്തും പിടിയും കിട്ടില്ല. ഈ മലയാളീകരിക്കലൊക്കെ ചിലപ്പോൾ വരുമ്പോൾ ചില വാക്കുകളും മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്താണ്? ഇപ്പോൾ ഇംഗ്ലീഷ് വായിച്ചവൻ കറക്റ്റായി. ഇൻ ദ കേസ് ഓഫ് എ ലോസ്റ്റ് ബിൽ ബുക്ക്, നഷ്ടപ്പെട്ടു പോയ ഒരു ബിൽ ബുക്ക്, ഈസ് ഫൗണ്ട് ഔട്ട്, തിരിച്ചു കിട്ടുകയാണെങ്കിൽ, സബ്സിക്വൻ്റ്ലി ദ കൺസേൺഡ് ഡ്രോയിങ് ഓഫീസർ ക്യാൻ, അങ്ങനെയാണെങ്കിൽ ഡ്രോയിങ് ഓഫീസർ എന്ത് ചെയ്യണം? അതായത് അതിൻ്റെ കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, ഒരു ട്രഷറി ബിൽ ബുക്ക് നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഈ നമ്മുടെ ഡ്രോയിങ് ഓഫീസർ ട്രഷറി ഓഫീസറെ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണമൊക്കെ നടത്തി കിട്ടിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രഷറി പുതിയ ബിൽ ബുക്ക് ഇഷ്യൂ ചെയ്തു. ഇദ്ദേഹത്തിന്, ഡ്രോയിങ് ഓഫീസർക്ക് പുതിയ ബിൽ ബുക്ക് കൊടുത്തു. അതിനുശേഷം ഇത് കണ്ടെത്തി, നഷ്ടപ്പെട്ടത് കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ഈ ബാക്കിയുള്ള പേജുകൾ ക്യാൻസൽ ചെയ്യണം. പിന്നെ ഈ ഒരു ട്രഷറി ബിൽ ബുക്കിൽ തന്നെ റിക്വസിഷൻ സ്ലിപ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ റിക്വസിഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ട്രഷറി ബിൽ ബുക്ക് തരാൻ ഇതിലുള്ള റിക്വസിഷൻ സ്ലിപ്പ് പൂരിപ്പിച്ച് കൊടുക്കണമെന്നാണ് ഓരോ ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴും. അപ്പോൾ അത് പൂരിപ്പിച്ച് കൊടുക്കാതെയാണല്ലോ ഇപ്പം നമുക്ക് പുതിയത് കിട്ടിയത്. അപ്പോൾ ആ സ്ലിപ്പും ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് സുരക്ഷിത സ്ഥാനത്ത് സൂക്ഷിക്കുക. ഓഫീസിൽ സുരക്ഷിത സ്ഥാനത്ത് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ട് അർത്ഥം. ക്ലിയർ അല്ലേ? ഒരു ട്രഷറി ബിൽ ബുക്ക് കാണാതെ പോയി, അത് STOന് ട്രഷറി ഓഫീസറെ അറിയിച്ചു, അപേക്ഷിച്ചു, പുതിയ ബിൽ ബുക്ക് STO കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ബിൽ ബുക്ക് കിട്ടി. അങ്ങനെയാകുമ്പോൾ ആ ബിൽ ബുക്കിൻ്റെ ബാക്കി പേജുകളൊക്കെ ക്യാൻസൽ ചെയ്യുക, റിക്വസിഷൻ സ്ലിപ്പും ക്യാൻസൽ ചെയ്യുക. ട്രഷറിയിൽ അത് ബിൽ ബുക്ക് ഭദ്രമായിട്ട് നമ്മൾ സേഫിൽ വെക്കുക. കാരണം ഈ ട്രഷറി ബിൽ ബുക്കിൽ, ഇപ്പോൾ കിട്ടിയ ട്രഷറി ബിൽ ബുക്കിൽ കുറേ ഇടപാടുകൾ നടന്നിട്ടുണ്ടാവും ഓൾറെഡി. ഇതാണ് അതിൻ്റെ നടപടിക്രമം. അത് സൂക്ഷിച്ചു വെക്കണം. ഓക്കെ. അടുത്ത ചോദ്യം. ട്രഷറി ബിൽ ബുക്കുകൾ ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർമാർക്ക് ആരാണ് നൽകുന്നത്? അത് ട്രഷറിയാണ് നൽകുന്നത്. DDOയ്ക്ക് ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ. ഇവിടെ ഇപ്പോൾ ട്രഷറി ബിൽ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കണ്ടന്റ് അങ്ങോട്ട് കിട്ടിയാൽ അതിൽ തന്നെ അങ്ങ് ചോദിച്ചേക്കുക. 4 ചോദ്യമായി ഇപ്പോൾ ട്രഷറി ബിൽ ബുക്കുമായിട്ട്. ഡ്രോയിങ് ഓഫീസർ പൂരിപ്പിക്കുന്ന കോളം ഏതാണ്? ട്രഷറി പൂരിപ്പിക്കുന്ന ഒരു കോളം ഏതാണ്? നഷ്ടപ്പെട്ടിട്ട് തിരിച്ച് പിന്നെ കണ്ടുകിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഇതാ ചോദിക്കുന്നത്, ആരാണ് ട്രഷറി ബിൽ ബുക്ക് കൊടുക്കുന്നത്? അത് ട്രഷറിയാണ്. ഡ്രോയിങ് ഓഫീസർക്ക്, സ്ഥാപനത്തിൻ്റെ ഡ്രോയിങ് ഓഫീസർക്ക് ട്രഷറിയാണ് ഈ ബിൽ ബുക്ക് കൊടുക്കുന്നത്. അടുത്ത ചോദ്യം. ചെക്ക് ദ പ്രൊട്ടക്റ്റീവ് എൻഡോഴ്സ്മെന്റ് അണ്ടർ followed by amount a little larger than that for which the check is drawn need not be insisted for. അതായത് സാധാരണ
ചെക്കുകൾ, ശമ്പള ചെക്കുകൾ, GPF ചെക്കുകൾ, കണ്ടിജന്റ് ബില്ലുകൾ ചെക്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആണെങ്കിൽ ഈ ചെക്കുകളിൽ നമ്മൾ അണ്ടർ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കണം, അല്ലെങ്കിൽ ബിലോ, RS. ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു 25,000 രൂപ ക്ലെയിം ചെയ്യാണ് ചെക്കിലൂടെ. അപ്പോൾ നമ്മൾ ആ ചെക്കിൻ്റെ മുകളിൽ ചുവന്ന മഷിയിൽ ബിലോ RS 25,001 എന്നെഴുതും, അല്ലെങ്കിൽ അണ്ടർ RS 25,001 എന്ന് എഴുതും. എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ 25,001 എന്നുകൂടി എഴുതും. ഇതിനാണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചുരുക്കി പ്രൊട്ടക്ഷൻ നോട്ട് എന്നൊക്കെ പറയും പണ്ട്, പ്രൊട്ടക്ഷൻ നോട്ട്. അപ്പോൾ എന്തിനാ ഈ പ്രൊട്ടക്ഷൻ നോട്ട് എഴുതുന്നത്? നമ്മൾ ഈ 25,000 രൂപയെ ഒന്നുകൂടി ബലപ്പെടുത്തുകയാണ്. അത് നമ്മൾ സാധാരണ ബാങ്കിൽ ചെന്ന് ഡിമാൻഡ് ഡ്രാഫ്റ്റ് സ്വീകരിക്കുമ്പോൾ അവരിൽ പ്രൊട്ടക്ഷൻ നോട്ട് ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളെന്ന് അറിയില്ല. ബിലോ RS ഇത്ര. അപ്പോൾ നമ്മൾ ഈ ക്ലെയിം ചെയ്തിരിക്കുന്ന എമൗണ്ടിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാണ്. കറക്റ്റ്. അപ്പോൾ 25,001 തൊട്ട് താഴെയുള്ള സംഖ്യയാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്ന അതിൻ്റെ അർത്ഥം, അല്ലേ? 25,000 രൂപയാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മുടെ ചെക്ക് എമൗണ്ട്. അപ്പോൾ നമ്മൾ ബിലോ RS എന്ന് പറയുമ്പോൾ എന്തായി? 25,001 തൊട്ട് താഴെയുള്ള എമൗണ്ട് ആണ് നമ്മുടെ ക്ലെയിം എമൗണ്ട് എന്ന് അതിനെ എഴുതി പറയുകയാണ് ഒന്നുകൂടി. അപ്പോൾ അതേതാ? 25,000 രൂപ. ഇതാണ് പ്രൊട്ടക്ഷൻ നോട്ട്. അപ്പോൾ ഈ പ്രൊട്ടക്റ്റീവ് എൻഡോഴ്സ്മെന്റ് ഏതിൽ വേണമെന്ന് നിർബന്ധമില്ല. ട്രഷറി സേവിങ്സ് ബാങ്ക് ചെക്കുകളിൽ അത് ഇൻസിസ്റ്റ് ചെയ്യേണ്ട, എഴുതിയുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നിർബന്ധിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ട്രഷറി സേവിങ്സ് ബാങ്ക് ചെക്കുകളിൽ, ഒരിക്കൽ കൂടി, ട്രഷറി സേവിങ്സ് ബാങ്ക് ചെക്കുകളിൽ പ്രൊട്ടക്റ്റീവ് എൻഡോഴ്സ്മെന്റ് നിർബന്ധമല്ല. അണ്ടർ എന്നോ ബിലോ എന്നോ സൂചിപ്പിച്ചിട്ട് എഴുതുന്ന, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പ്രൊട്ടക്റ്റീവ് എൻഡോഴ്സ്മെന്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവൂലേ? ഓക്കെ. അത് സാധാരണ എല്ലാ ചെക്കുകളിലും എഴുതണം. അത് പിന്നെ ശമ്പളം ചെക്കുകളായിട്ട് മാറുന്ന സ്ഥലങ്ങളുണ്ട്. എവിടെ അത്? PWDയിലൊക്കെ ശമ്പളം ചെക്കായിട്ട് എഴുതി മാറുന്നത്. ഇങ്ങനെ ചില പവറുകൾ ചില ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ ഉള്ള ചെക്കുകളിൽ പ്രൊട്ടക്റ്റീവ് എൻഡോഴ്സ്മെന്റ് വേണം. എന്നാൽ ഇത് നിർബന്ധിക്കരുത് എന്ന് പറയുന്ന ഒരു ചെക്കാണ് ട്രഷറി സേവിങ്സ് ബാങ്ക് ചെക്കിൽ ഈ പ്രൊട്ടക്റ്റീവ് എൻഡോഴ്സ്മെന്റ് എഴുതിയിട്ടില്ലെങ്കിലും കൊടുക്കണം. എന്നാൽ ഒരു ശമ്പള ചെക്കിൽ പ്രൊട്ടക്റ്റീവ് എൻഡോഴ്സ്മെന്റ് ഇല്ലെങ്കിൽ ആ ചെക്ക് മടക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം. ഒരു ചെക്ക് എത്ര കാലത്തേക്ക്? ഇഷ്യൂ ചെയ്തതിന് ശേഷം 3 മാസം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു ചെക്ക് എത്ര കാലത്തേക്ക് എന്ന് ചോദിച്ചാൽ ഇഷ്യൂ ചെയ്തതിന് ശേഷം 3 മാസം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഡ്രോയിങ് ഓഫീസർ ചെക്കിൻ്റെ കാര്യത്തിൽ ചെക്ക് നഷ്ടപ്പെട്ടതായി ഒരു റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ ഡ്രോയിങ് ഓഫീസർ ഉടൻ തന്നെ വസ്തുത ആരെ അറിയിക്കണം? അത് ട്രഷറി ഓഫീസറെ അറിയിക്കണം. ഒരു ചെക്ക് നഷ്ടപ്പെട്ട വിവരം ഉണ്ടെങ്കിൽ ആ ഡ്രോയിങ് ഓഫീസർ അത് ആരെ അറിയിക്കണം? ട്രഷറി ഓഫീസറെ അറിയിക്കണം. അടുത്ത 4 ആണ്. അടുത്തത്, ഇന്ത്യ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ കീഴിൽ മുൻകാല ജോലിയുടെ പരിഗണനയിൽ ഒരു വ്യക്തിക്ക് പെൻഷൻ പേയ്മെന്റ് കൊടുത്താൽ അതിനെന്തു പറയും? അതിനാണ് സർവീസ് പെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ മുൻകാലങ്ങളിൽ ജോലി ചെയ്തതിൻ്റെ കൂലിയായിട്ട് നമ്മളുടെ റിട്ടയർമെന്റ് ആയാൽ നമുക്ക് നൽകുന്ന പെൻഷനാണ് സർവീസ് പെൻഷൻ എന്ന് പറയുന്നത്. അത് നോക്കിയാൽ മതി. ഇൻ കൺസിഡറേഷൻ ഓഫ് പാസ്റ്റ് എംപ്ലോയ്മെന്റ് എന്ന് മാത്രം നോക്കിയാൽ മതി. മുൻകാല ജോലിയുടെ പരിഗണനയിലാണ് എന്ത് കൊടുക്കുന്നത്? സർവീസ് പെൻഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ കേരള സംസ്ഥാനത്തെ ജീവനക്കാരൊക്കെ മേടിക്കുന്നത് സർവീസ് പെൻഷനാണ്. അടുത്ത ചോദ്യം. എല്ലാ സർവീസ് പെൻഷനുകളും ഏതിൽ നിന്നാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ഓൾ സർവീസ് പെൻഷൻസ് ഡെബിറ്റബിൾ ടു. ഏതിൽ നിന്നാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, തരേണ്ടത്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. സംസ്ഥാനത്തിൻ്റെ ഏകീകൃത ഫണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് പെൻഷനൊക്കെ കൊടുക്കുന്നത്. അടുത്ത ചോദ്യം. പ്രതിമാസ പെൻഷൻ വാങ്ങുന്ന ഒരു പെൻഷൻകാരൻ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, അവകാശിക്ക് കുടുംബ പെൻഷൻ നൽകും. ആ കുടുംബ പെൻഷൻ ഏത് തീയതിയിൽ പ്രാബല്യത്തിൽ വരും?
അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. മരണപ്പെട്ട മാസത്തിന്റെ ആ തീയതി അടങ്ങുന്ന മാസത്തിന്റെ തൊട്ടടുത്ത മാസത്തിന്റെ 1-ാം തീയതി മുതൽ, ആദ്യ ദിവസം മുതൽ. ഇപ്പോൾ ഒരു പെൻഷൻകാരൻ ജനുവരി 2-ാം തീയതി മരണപ്പെട്ടു. അയാൾക്ക് എന്ന് ഫാമിലി പെൻഷൻ കിട്ടി തുടങ്ങും? അയാളുടെ കുടുംബത്തിന് ഫെബ്രുവരി 1-ന് തന്നെ കിട്ടി തുടങ്ങും. ഒരു പെൻഷൻകാരൻ ജനുവരി 31-ന് മരണപ്പെട്ടു. എന്ന് മുതൽ ഫാമിലി പെൻഷൻ കിട്ടും? ഫെബ്രുവരി 1-ന് തന്നെ കിട്ടും. ഇതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ. 100 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഫോറങ്ങൾ മാത്രമാണ് പറയാത്തത്. ഫോറങ്ങൾ പറയാണ്ട ആവശ്യമില്ല, ഇൻഡെക്സ് നോക്കി എഴുതേണ്ടതായതുകൊണ്ടാണ് നമ്മൾ അതും കൂടി ഡിസ്കസ് ചെയ്യാത്തത്. ഓക്കെ, ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം. അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയണം. ഏതെങ്കിലും കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിലും അതും രേഖപ്പെടുത്തിയാൽ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ.